ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ നേരത്തെ ഇട്ടൊരു വീഡിയോയുടെ ഒരു ബാക്കി സെക്കൻഡ് പാർട്ട് പോലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആ വീഡിയോ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ആ വീഡിയോ ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ടോ. വേറെ ഒന്നല്ല വീസ്, നമ്മൾ കഴിഞ്ഞ വട്ടം പറഞ്ഞിരുന്നു ഡയറ്റ് എടുക്കുകയാണ്, ഇത്ര ദിവസം കൊണ്ട് വണ്ണം കുറയ്ക്കും, നമുക്ക് ഇത്ര കിലോയിൽ ഇത്ര കിലോ ആവണം എന്നൊക്കെ ഒരു പ്ലാൻ ജസ്റ്റ് പറഞ്ഞായിരുന്നു. നമ്മളല്ലാതെ ഒരു ഡയറ്റീഷ്യനോടൊക്കെ സംസാരിച്ച് പിന്നെ നമ്മൾ കുറേ സെർച്ചൊക്കെ നടത്തിയപ്പോൾ നമ്മളൊരു ഇത് വെച്ചിട്ട് നമുക്കൊരു ദിവസം നമ്മുടെ കാലറി ഡെഫിസിറ്റ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നമുക്ക് വേണ്ടത് 5000 ആണ് മെയിൻറ്റൈൻഡ്. അത് നമ്മൾ കട്ട് ചെയ്ത് ഞാൻ നേരത്തെ കട്ട് ചെയ്തായിരുന്നു കുറേ. അപ്പോൾ നമ്മളൊരു 3000 വരെ നേരത്തെ കഴിച്ചിരുന്നത്. അതിനും കുറച്ച് 2000 1800 ആ റേഞ്ചിലേക്ക് കൊണ്ടുവന്നു. ഇനി 1800-ലും നമുക്ക് പെർ ഡേ 1000 കലോറി വെച്ചാണ് നമ്മുടെ ബോഡി ഇൻടേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 മാസം കൊണ്ട് 80 കിലോ അച്ചീവ് ചെയ്യാൻ പറ്റും. മീൻസ് ഈ 6 മാസം എന്ന് പറയുന്നത് ഞാൻ കുറച്ച് കണക്കൂട്ടൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഈ 6 മാസം പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്തായാലും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതെല്ലാം നമുക്ക് കണ്ടന്റ് പോലെ ആക്കാം. കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഞാനിത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എന്നിൽ തന്നെ ഒന്ന് പ്രയോഗിച്ചിട്ട് ചേഞ്ച് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ കാര്യങ്ങൾ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നെല്ലാം വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. കാലറി ഡെഫിസിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നറിയത്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനൊരു വീഡിയോ അതിനെപ്പറ്റി ചെയ്യാം. കഴിഞ്ഞ വട്ടം എന്നോടൊരു പയ്യൻ ചോദിച്ചായിരുന്നു കഴിഞ്ഞതിൻ്റെ അത് ചേട്ടാ ഇത് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അതിനൊരു വീഡിയോ സെറ്റ് ചെയ്തായിരിക്കും. പയ്യനെ ഞാൻ പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു വീഡിയോ സെപ്പറേറ്റ്ലി സെറ്റ് ചെയ്യുന്നതായിരിക്കും. 6 മാസത്തെ ജേണിയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ 6 മാസം 6 ചലഞ്ച് പോലെ. ഇപ്പോൾ ഫസ്റ്റ് മന്ത് നമുക്ക് എന്തെങ്കിലും ഒരു ചലഞ്ച് കൊടുക്കാം. നമ്മൾക്ക് തന്നെ നമ്മളൊരു ചലഞ്ച് കൊടുത്ത് സെക്കൻഡ് മന്ത് വരണം, തേർഡ് മന്ത് വരണം, അങ്ങനെ ജസ്റ്റ് ചലഞ്ച് ചെയ്ത് പ്ലീസ്. നല്ല അതിനൊരു ട്വിസ്റ്റ് കാണത്തുള്ളൂ, ഒരു രസം കാണത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഡയറ്റ് എടുക്കുമ്പോൾ നമ്മൾ മടുത്തു തുടങ്ങും. ഞാൻ നേരത്തെ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് നമ്മൾ വെറൈറ്റി വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ താഴെ ചെയ്താലേ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് കാണത്തുള്ളൂ. അപ്പം ഞാനിപ്പോൾ വിചാരിച്ച ഇന്നലെ മൊത്തം അതിൻ്റെ ആലോചനയിലായിരുന്നു ഗൈസ്. ഞാൻ ഇങ്ങനെ വിചാരിച്ച് നമുക്കൊരു 3-4 ചലഞ്ച് നമ്മൾക്ക് കൊടുക്കാം. ഒന്നാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് നോ ഷുഗർ ആണ് ഗൈസ്. അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആവും നമുക്ക് ഉറപ്പില്ല. എന്നാലും നമ്മൾ പക്ക അറിയാതെ വല്ലതും കഴിച്ചാലേ ഉള്ളൂ. ഈ സാറിനോട് നമ്മൾ കഴിക്കത്തില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്കിപ്പം ഒരു 10 സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ഇച്ചിരി നടന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ കിതയ്ക്കാൻ തുടങ്ങും. കാര്യം എന്താ, സ്റ്റാമിന ഇല്ല, വെറുതെ വീട്ടിൽ ഇരിപ്പും വെറുതെ കഴിപ്പല്ലേ, കാര്യം തന്നെ. അപ്പം നമുക്ക് ഈ ഒരു മാസം ഒരു 30 ദിവസം കൊണ്ട് നമുക്കൊരു അറൗണ്ട് ഒരു 3 കിലോമീറ്റർ നിർത്താതെ റൺ ചെയ്യാൻ പറ്റുമെന്ന് ടെസ്റ്റ് അടിക്കാം. രാത്രി നമുക്ക് ഓടാനും പോയി ഒരു 3 കിലോമീറ്റർ നോൺ സ്റ്റോപ്പിലായിട്ട് ഓടണം. സെക്കൻഡ് ചലഞ്ചായ. ഇനി തേർഡ് ചലഞ്ച് നമുക്ക് ഒറ്റ പുഷപ്പ് പോലും ഇതുവരെ ചെയ്യാൻ പറ്റത്തില്ല മീൻസ്. അപ്പോൾ അതും കൂടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു പുഷപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയത്തില്ല. ലാസ്റ്റ് ദിവസം ഒറ്റ പുഷപ്പ് എടുക്കണം. നമ്മൾ ഈ 30ാമത്തെ ദിവസം ഒറ്റ പുഷപ്പ്, 3 കിലോമീറ്റർ ഓട്ടം, നോ ഷുഗർ ആയിരിക്കണം. പിന്നെ ഈ 30 ദിവസം ഡെയിലി മിനി വ്ലോഗ് സെറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ 4 ചലഞ്ച് നമ്മൾ തന്നെ നമുക്ക് കൊടുക്കുകയാണ്. എത്രമാത്രം പെർഫെക്റ്റ് ആവുന്ന 30ാമത്തെ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് കാണാം. അതിൻ്റെ ഡയറ്റ് കാര്യങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നാളെ തൊട്ട് നമ്മൾ ഡെയിലി മിനി വ്ലോഗ് ഇടുന്നതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ ഡു ഫോളോ. ബാക്കിയെല്ലാം വീഡിയോയ്ക്കകത്താണ്. ഓക്കെ, ബൈ.